ആലപ്പുഴയിൽ യുവാവിന്റെ മരണം ബാങ്ക് ജപ്തിയിൽ മനംനൊന്ത് എന്ന കുടുംബം പുന്നപ്ര സ്വദേശി പ്രഭുലാലിനെയാണ് വീടിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വായ്പാ കുടിശ്ശികയെ തുടർന്ന് ഒരാഴ്ച മുമ്പ് കേരള ബാങ്ക് പ്രഭുലാലിന്റെ വീട് ജപ്തി ചെയ്തിരുന്നു. ഇന്നലെ വൈകിട്ടാണ് 38-കാരനായ പ്രഭുലാലിനെ വീടിനോട് ചേർന്ന ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 24-ന് കേരള ബാങ്ക് പ്രഭുലാലിന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്തിരുന്നു. 2018-ൽ കേരള ബാങ്കിന്റെ പുന്നപ്ര ശാഖയിൽ നിന്ന് എടുത്ത 3 ലക്ഷം രൂപയുടെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്നായിരുന്നു ജപ്തി. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്ന പ്രഭുലാലിന് നട്ടെല്ലിന് പരിക്കുപറ്റി ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു വായ്പാ തിരിച്ചടവ് മുടങ്ങിയത്. മാർച്ച് 30-ന് വീട് ജപ്തി ചെയ്യുമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചിരുന്നു. അതിനു മുമ്പ് കുറച്ചു തുക എങ്ങനെയെങ്കിലും അടയ്ക്കാമെന്ന് പ്രഭുലാൽ ബാങ്ക് അധികൃതരെ അറിയിച്ചതാണ്. എന്നാൽ മാർച്ച് 24-ന് വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് ബാങ്കിൽ നിന്നും ആളുകളെത്തി വീട് പൂട്ടി. അപ്പോൾ 31-ാം തീയതി വരെ 30-ാം തീയതി വരെ ഉണ്ടല്ലോ അവധി എന്നുള്ളത്. 24-ാം തീയതി 4:30 മണിയായപ്പം അവർ 5-6 പേര് വന്ന് എത്തിയത്. ഞാനില്ല, എൻ്റെ മോനില്ല, ഭാര്യ തൊഴിലുറപ്പ് സ്ഥലത്തായിരുന്നു. അയലന്തരത്തുകാരോട് പറഞ്ഞിട്ട് അവർ പോയി തൊഴിലുറപ്പ് സ്ഥലത്ത് നിന്ന് എൻ്റെ ഭാര്യയെ വിളിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞ് ഇത് ഞങ്ങൾ കൂട്ടിയിരിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ അരിയും സാധനവും അന്ന് ഉച്ചക്ക് വെച്ച ചോറ് വരെ പെരക്കാത്തിരിക്കുക, അതുപോലും എടുക്കാനുള്ള സൗകര്യം തന്നില്ല. ഉടുവസ്ത്രങ്ങൾ, ആധാർ കാർഡ്, റേഷൻ കാർഡ് ഇതെല്ലാം അലമാരിയിരിക്കുന്നു. ജപ്തി നോട്ടീസ് ലഭിച്ചപ്പോൾ സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ബാങ്കിൽ അപേക്ഷ നൽകിയിരുന്നു. ജപ്തിക്ക് ശേഷം വീടിന്റെ വരാന്തയിലായിരുന്നു പ്രഭുലാൽ കഴിഞ്ഞിരുന്നത്. മകൻ വലിയ മനോവിഷമത്തിലായിരുന്നുവെന്ന് അച്ഛൻ അനിലൻ പറയുന്നു. വൈകിട്ട് ഞങ്ങളവിടെ കിടക്കും, അവൻ ഇവിടെ ഈ വീടിൻ്റെ തിണ്ണക്ക് തന്നെ. ഞാനൊരു സ്ഥലത്തോട്ടും വരുന്നില്ല, ഞാൻ ഇവിടെ കിടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്നലെ വരെയും അവൻ ഇവിടെ കിടന്ന. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ലായിരുന്നു. അവനൊരു ക്ഷീണക്കാരനാണെന്നുള്ള എന്തേ അവനെ അറിയിച്ചിട്ടുമില്ല, അവനെ ഞങ്ങളൊട്ട് അറിയിച്ചിട്ടുമില്ല. അവൻ മേലാത്തവനാണല്ലോ, അതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളതല്ല. അവൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്തു കൊടുക്കുമായിരുന്നു. അവനെ കഴിഞ്ഞിട്ടേ ഉള്ളു. സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കുടുംബമാണ് പ്രഭുലാലിൻ്റേത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ. ജനം, ആലപ്പുഴ.